പ്രൊഫസർ റോണി, ബില്ലിന് അനുകൂലമായി വോട്ട് ചെയ്യണമെന്നാണ് കേരള കാത്തലിക് ബിഷപ്സ് കൗൺസിൽ കേരളത്തിൽ നിന്നുള്ള UDF MPമാരോട് ആവർത്തിച്ച് ആവശ്യപ്പെട്ടത്. പക്ഷേ അവരതൊന്നും ഗൗനിച്ചില്ല. ഇതിൻ്റെയൊക്കെ തിക്തഫലങ്ങൾ ഇനി അനുഭവിക്കേണ്ടി വരില്ലേ പ്രൊഫസർ റോണി? ആശങ്കയൊന്നുമില്ലേ കോൺഗ്രസിന്? അല്ലേ, ഇവിടെ ഈ പ്രിന്റുമൊക്കെ ഈ ഒരുപാട് വല്ലാത്തൊരു നുണകളൊക്കെ അങ്ങ് അടിച്ചു വിടുമ്പോഴേ ഈ ഓഗസ്റ്റിലെ ഈ വഖഫ് ബില്ല് പാർലമെന്റിൽ അവതരിപ്പിച്ചപ്പോൾ അത് കിരൺ റിജ്ജു തന്നെ പറഞ്ഞത് ആകെ 40,000 കേസാണ്. അദ്ദേഹത്തിന്റെ കണക്കിപ്പം കേട്ട് കഴിഞ്ഞാൽ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് കേസാണ് ഇത്ര വഖഫോട്. അങ്ങ് പരിശോധിക്കേ, കിരൺ റിജ്ജു പറഞ്ഞത് ആകെ 40,000 കേസാണ്. ഞാൻ ഞങ്ങൾ ഒരാളെ എന്റെ റോഡ് സാർ നിൽക്കട്ടെ. അല്ല, ഞാൻ അങ്ങ് സംസാരിച്ചപ്പോൾ അങ്ങ് പറയുന്നതിന് കൗണ്ടർ എന്തിനു ജനാധിപത്യമുള്ളത്? ഞാൻ പറയട്ടെ, ഒരു മിനിറ്റ്. പ്രിന്റു മഹാദേവ് കള്ളം പറയുകയല്ല. റോഡി സാർ, ഇത് ദീപിക പത്രം. അങ്ങ് ഇത് ദീപിക പത്രം. നോക്കൂ. അല്ല പറയട്ടെ, ഞാൻ തെറ്റിദ്ധരിപ്പിക്കുകയാണെന്ന് പറയുമ്പോൾ അതിന് മറുപടി പറയാനുള്ള അവകാശം എനിക്കുണ്ട് സാർ. അങ്ങനെയല്ല. ഞാൻ തെറ്റിദ്ധരിപ്പിക്കുകയാണ്, നുണ പറയുമെങ്കിൽ അത് എന്നെ സംബന്ധിച്ച്. നിങ്ങൾ നോക്കൂ, ഇത് ദീപിക പത്രം. നിങ്ങൾ നോക്കൂ, ദീപിക പത്രം ഫെബ്രുവരി ഡിസംബർ 23 തിങ്കൾ. അങ്ങനെ പറഞ്ഞു പോവല്ലേ റോഡി സാർ? അങ്ങനെ പറഞ്ഞു പോകാൻ അനുവദിക്കില്ല. ചർച്ചയെ തെറ്റിദ്ധരിപ്പിക്കാൻ അനുവദിക്കില്ല. ദീപിക പത്രത്തിനകത്ത് വന്ന വിവരങ്ങളാണ് സാർ ഞാൻ പറഞ്ഞത്. അങ്ങ് ദീപിക പത്രത്തെ തള്ളി പറയുന്നുണ്ടോ? അങ്ങ് ദീപിക പത്രത്തിൽ വന്ന വാർത്തയെ അങ്ങ് തള്ളി പറയുന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്ന ഞാൻ ഒരിക്കലും വസ്തുതയ്ക്ക് വിരുദ്ധമായി ഒരു കാര്യവും പറഞ്ഞിട്ടില്ല. ഒരു കാര്യം അങ്ങാണ് തെറ്റിദ്ധരിപ്പിക്കുന്നത്. അങ്ങനെയല്ല. അങ്ങ് ഞാൻ എന്നെ സംബന്ധിച്ചത് അതാ എന്റെ ചോദ്യം ഇതാണ്. ദീപികയിൽ വന്ന വാർത്തയെ ദീപിക പത്രത്തെ തള്ളി പറയുന്നുണ്ടോ ജോണി സാർ? ദീപിക പത്രത്തെ തള്ളി പറയുന്നു. പ്രിന്റു മഹാദേവ് പറഞ്ഞ ഡാറ്റയല്ല. എന്താ ദീപിക പറഞ്ഞത്? ഞാനിവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. ഇവർക്ക് കേൾക്കാൻ ഡിസംബർ 23 തിങ്കളാഴ്ച ദീപിക പത്രത്തിൽ കേരളത്തിലെ വഖഫ് മോഡൽ കയ്യേറ്റത്തെ കുറിച്ച് ഡാറ്റ അടക്കം സാറുണ്ട്. നിങ്ങൾ പഠിച്ചതിനേക്കാൾ കൂടുതൽ കോൺഗ്രസ് പഠിച്ചതിനേക്കാൾ ഇവിടുത്തെ ക്രൈസ്തവ സഭയും ദീപിക പത്രവും ഈ വിഷയം പഠിച്ചിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്ക് ഡാറ്റ തരാം. എത്ര കേസുകളുണ്ട്, എവിടെയൊക്കെയാണ്, ആരൊക്കെയാണ്, എത്ര കക്ഷികളുള്ള ഡാറ്റ ഞാൻ തരാം സാർ. ഈ പറയുന്ന RSSകാർ തല്ലിച്ചതച്ചത് അതൊക്കെ കാണുന്നുണ്ട്. ഇത് ദീപിയുടെ പത്രത്തില് ദീപിയുടെ ഫ്രണ്ട് പേജിലുണ്ട്. അങ്ങ് ജബൽപൂരില് അവിടുത്തെ രൂപ വികാരി ജനറൽ അച്ഛന്മാരെ ദീപിക അംഗീകരിക്കുന്നുണ്ടല്ലോ. അങ്ങ് വിഷയം വഖഫാണ്. വഖഫുമായി ബന്ധപ്പെട്ട് ഈ വഖഫ് എടുത്തു വെച്ചോണ്ട് വഖഫൊക്കെ എടുത്ത് ഈ പറയുന്ന ക്രിസ്ത്യാനികളൊപ്പം തെറ്റുകാരൊക്കെ നിങ്ങൾ കുറെ കാലമായല്ലോ. എന്തായാലും ദീപികയോടോ അല്ലെങ്കിൽ ബിഷപ്പുമാരോടോ കോപിക്കാൻ പറ്റില്ല. വഖഫ് വിഷയത്തിൽ KCBയുടെയും ഇവിടുത്തെ സഭകളുടെ നിലപാട് എന്താണ് സാർ? ഞങ്ങൾ ആരുടെയും ഭീഷണിപ്പെടുത്തിക്കൊണ്ട് നിലപാട് പറയിപ്പിക്കില്ലല്ലോ. ഞങ്ങൾ ആരെങ്കിലും ഭീഷണിപ്പെടുത്തിയിട്ടാണോ ഈ നിലപാട് പറയിപ്പിച്ചത്? കേരളത്തിലെ ക്രൈസ്തവ സഭകളുടെ വഖഫിലൊക്കെ നിലപാടുകളുണ്ട്. ആ നിലപാടുകൾ നിങ്ങളുടെ ഇരട്ടത്താപ്പ് സഭ തിരിച്ചറിഞ്ഞു സാർ. നിങ്ങൾ അവരെ വോട്ട് ബാങ്ക് ആക്കിക്കൊണ്ട് അവരെ വഞ്ചിക്കുകയാണെന്ന് മനസ്സിലാക്കി. ക്രൈസ്തവ സമൂഹത്തെ തെരുവിലേക്ക് ഇറക്കി വിട്ടുകൊണ്ട് അവന്റെ ഭൂമി അന്യാധീനപ്പെടുത്താൻ ഇറങ്ങി തിരിച്ചിട്ടുള്ള വർഗീയ വിധികൾക്ക് കുടപിടിക്കുന്നവരാണെന്ന് ഇവിടുത്തെ UDFന് മനസ്സിലായി സാർ. അതുകൊണ്ടാണ് റോണി സാർ, അതുകൊണ്ട് നിങ്ങൾ ഇത്തരത്തിൽ പ്രതികരിച്ചത് പ്രിന്റു കള്ളം പറഞ്ഞു എന്ന ഒരു ആരോപണം താങ്കൾ ഉന്നയിച്ചതുകൊണ്ടാണ്. എല്ലാ വാർത്തയും നിങ്ങൾ ഇതിനകത്ത് ക്രൈസ്തവ സമൂഹത്തെ നിങ്ങൾ അവരെ വോട്ട് ബാങ്ക് മാത്രമായി കണ്ടു.